നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ തുടക്കം മുതലേ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായി ബേപ്പൂർ മണ്ഡലം. LDF നേതൃത്വത്തിൽ കുടുംബ സദസ്സുകൾ. ഈസ്റ്റർ ദിനത്തിൽ ആശംസകളുമായി സ്ഥാനാർത്ഥി MK രാഘവൻ ദേവാലയങ്ങളിൽ. പൊരിമേലിൽ വലഞ്ഞു വരുന്ന യാത്രക്കാർക്ക് ദാഹമകറ്റാൻ സംഭാരമൊരുക്കി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. ഹനുമാൻ സേനാ ഭാരതിന്റെ 10ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം കോഴിക്കോട്ട്. പരിശുദ്ധ റമദാനിൽ ആകർഷകമായ നിസ്കാര തൊപ്പികളുമായി വിപണി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ തുടക്കം മുതലേ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഈ കേസിൽ പ്രതികൾക്കൊപ്പമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ഇങ്ങാപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. എല്ലാവരും SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ആഴ്ചകളോളം ഒരു ചെറുപ്പക്കാരനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ കൊലപാതകത്തിൽ പ്രതികളെ നിയമത്തിനു മുമ്പിൽ ഹാജരാക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും എടുക്കുന്നതെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ കാര്യം തന്നെയാണ് സിദ്ധാർത്ഥന്റെ പിതാവിന്റെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം MM മണിയെ പോലുള്ള നേതാക്കന്മാർ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് കൂടി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി ചതിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമാണിത്. കേരളത്തിൽ കുറ്റവാളികളെയും അക്രമകാരികളെയും ഗൂണ്ടാ സംഘങ്ങളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. പിണറായി വിജയന്റെ ഒത്താശയോടുകൂടിയാണ്, പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ ഗുണ്ടകൾ ഇവിടെ സർവകലാശാലകളിലും കോളേജ് ക്യാമ്പസുകളിലും അഴിഞ്ഞാടുന്നത്. രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളെ കലാലയങ്ങളിൽ അയക്കാൻ ഭയം തോന്നുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. സമ്പൂർണ്ണമായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വം LDF ഗവൺമെന്റിനാണ്. ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള UDFും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായി ബേപ്പൂർ മണ്ഡലം. LDF ബേപ്പൂർ സോണൽ കമ്മിറ്റി കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥി എളമരം കരീം കുടുംബ സദസ്സിൽ വോട്ട് അഭ്യർത്ഥിച്ചു. LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി നടുവട്ടം മാഹിയിൽ സംഘടിപ്പിച്ച കുടുംബ സദസ്സ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ സോണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കുടുംബ സദസ്സ് സംഘടിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ 5 വർഷത്തെ നമ്മുടെ രാജ്യത്തെ ഭരണത്തെ വിലയിരുത്തലാണ്. ഈ ഭരണം കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടം, കോട്ടം, പ്രയാസം, സന്തോഷം, ദുഃഖം, ഇതൊക്കെ വിലയിരുത്തിയാണ് നമ്മൾ പൊതുവെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. കേരളത്തിലാണെങ്കിൽ രാജ്യത്ത് ഭരിക്കുന്ന പാർട്ടിയല്ല ഈ 20 ലോക്സഭാ സീറ്റിലും വിജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നത്. LDF UDF തമ്മിലാണ് കേരളത്തിൽ മത്സരം. കേരളം പൊതുവെ
ഇരുമത വർഗീയവാദത്തെയും ശക്തിയുക്തം എതിർക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഒരു BJP വിരുദ്ധ മനസ്സ് കേരളത്തിലുണ്ട്. പരിപാടിയിൽ ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ കൃഷ്ണകുമാരി, കെ രാജീവ്, എം ഗിരീഷ്, ടി രാധാഗോപി, എം സമീഷ്, KP നിഷാദ്, ഹരിമോഹൻ, KV ശിവദാസൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഈസ്റ്റർ ദിനത്തിൽ ദേവാലയങ്ങളിൽ ആശംസകളുമായി സ്ഥാനാർത്ഥി MK രാഘവൻ എത്തി. യേശുദേവന്റെ ഉയിർപ്പിന്റെ ദിവ്യസ്മരണ പുതുക്കി പ്രാർത്ഥനയ്ക്കായി എത്തിയ വിശ്വാസികൾക്ക് അദ്ദേഹം ഈസ്റ്റർ ആശംസകൾ നേർന്നു. കോഴിക്കോട് നടക്കാവിലുള്ള സെന്റ് മേരീസ് ചർച്ച്, ബിലാത്തികുളം പള്ളി, മാനാഞ്ചിറ കത്തീഡ്രൽ പള്ളി എന്നീ ദേവാലയങ്ങളാണ് സ്ഥാനാർത്ഥി സന്ദർശിച്ചത്. പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയ വിശ്വാസികൾക്ക് സ്ഥാനാർത്ഥി ഈസ്റ്റർ ആശംസകൾ നേർന്നു. കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ഹിൽ പള്ളിയിലും MK രാഘവൻ സന്ദർശനം നടത്തിയിരുന്നു. സ്ഥാനാർത്ഥി MK രാഘവന്റെ ഈസ്റ്റർ ദിന ആശംസാ സന്ദേശവുമായി UDF പ്രവർത്തകർ മണ്ഡലത്തിലെ വിവിധ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊരിവെയിലിൽ വലഞ്ഞു വരുന്ന യാത്രക്കാർക്ക് ദാഹമകറ്റാൻ ഇത്തവണയുമുണ്ട് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. ദാഹിക്കുന്നവർക്ക് ദാഹം മാറുവോളം ഇവിടെ നിന്നും തണുത്ത സംഭാരം കുടിക്കാം. 15ാം വർഷത്തിലേക്ക് കടക്കുകയാണ് ബാങ്കിന്റെ ഈ സെൽ പ്രവൃത്തി. വേനൽ ചൂടിൽ നഗരത്തിലെത്തുന്നവർക്ക് ആശ്വാസമായി എല്ലാ വർഷവും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന സൗജന്യ സംഭാര വിതരണം ഇത്തവണയും ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ സിറ്റി ബാങ്ക് ബ്രാഞ്ച് പരിസരത്ത് വെച്ച് ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളിലെന്ന പോലെ വേനൽ അവസാനം വരെ ദിവസവും 5000 പാക്കറ്റ് വീതം മിൽമയുടെ സംഭാരം വിതരണം ചെയ്യാനാണ് ബാങ്ക് തീരുമാനിച്ചതെന്നും ഇത് വേനൽ അവസാനം വരെ തുടരുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 15 വർഷമായി ബാങ്ക് ഈ സേവനം നടത്തി വരുന്നുണ്ട്. ഉദ്ഘാടന പരിപാടിയിൽ ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് TM വേലായുധൻ, A ശ്രീനിവാസൻ, PA ജയപ്രകാശ്, അഡ്വക്കേറ്റ് A ശിവദാസ്, A അബ്ദുൾ അസീസ്, KT ബീരാൻകോയ, ഷിംന PS, ജനറൽ മാനേജർ സാജു ജെയിംസ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാകേഷ് K തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹനുമാൻ സേന ഭാരത് 10ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിലെ സിദ്ധാർത്ഥ നഗറിൽ നടന്നു. വ്യാസാനന്ദ ശിവയോഗി സ്വാമി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹനുമാൻ സേന ഭാരതിന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ അധ്യക്ഷത വഹിച്ചു. മഹാശിവലിംഗത്തിൽ പൊതുജനങ്ങൾക്കായുള്ള കുംഭാഭിഷേകം മാതാ അംബിക ചൈതന്യമയി ഉദ്ഘാടനം ചെയ്തു. സ്വാമി ശ്രീരംഗ മലേഷ്യ, സ്വാമി പ്രണവാനന്ദറാം ബംഗളൂരു, ഡോക്ടർ കുമാരി സുകുമാരൻ, സ്വാമി കൃഷ്ണപ്രസാദ് ചൈതന്യ ചക്രവർത്തി, ഹനുമാൻ സേന തമിഴ്നാട് സംസ്ഥാന ചെയർമാൻ കോവൈ രാജേന്ദ്രൻ, P റിലേഷ് ബാബു, മുരളീധര സ്വാമി എന്നിവർ സംസാരിച്ചു. മാനവരാശിക്ക്
മഹാദുരിതങ്ങൾ ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കലിയുഗം. നമ്മൾ കലിയുഗത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷമാണ് എന്താണ് സംഭവിക്കുക എന്ന ഒരു വിവരണമില്ലാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളെല്ലാ ഓരോ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത് ചെറിയ ഭഗവാന്റെ ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓരോരോ യുഗത്തിലും ഭഗവാൻ ഓരോരോ രൂപങ്ങളിലേക്ക് അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു സർവരക്ഷയ്ക്ക് മാനവരാശിക്ക്. ഹനുമാൻ സേനയുടെ പ്രവർത്തനങ്ങളും എല്ലാം ഈശ്വരീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചികിത്സാ ഫണ്ട് വിതരണം, തയ്യൽ മെഷീൻ വിതരണം, വീൽചെയർ വിതരണം, ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവയും നടത്തി. പുതിയ ഭാരവാഹികളായി AM ഭക്തവത്സലൻ ചെയർമാൻ, സ്വാമി കൃഷ്ണപ്രസാദ് വൈസ് ചെയർമാൻ, വിനോദ് കൊല്ലം ജനറൽ സെക്രട്ടറി, ചൈതന്യ ചക്രവർത്തി ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിശുദ്ധ റമദാനിൽ നിസ്കാര തൊപ്പികളുടെ വിപണിയും ഉണർന്നു. റമദാനിൽ തൊപ്പി ധരിക്കുന്നത് ഇരട്ടി പ്രതിഫലം നൽകുമെന്നാണ് വിശ്വാസം. രൂപത്തിലും നിറത്തിലും വൈവിധ്യമുള്ള തൊപ്പികൾ ഇസ്ലാം വിശ്വാസികളുടെ ആത്മീയ ചടങ്ങുകളിൽ ഒഴിവാക്കാനാവാത്തതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിസ്കാര തൊപ്പികൾ പല വർണ്ണത്തിലും ആകൃതിയിലും ഡിസൈനിലുമുണ്ട്. ചൈന തൊപ്പി, മലേഷ്യ തൊപ്പി, സൂഫി ക്യാപ്പ്, യമനി തൊപ്പി, ഒമാനി ക്യാപ്പ് എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊപ്പികളാണിവ. തുണിയുടെയും വർക്കിന്റെയും ഗുണമനുസരിച്ച് വിലയും കൂടും. അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൊപ്പി ആവശ്യക്കാർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പല ആളുകളും ഇഷ്ടംപോലെ റംസാൻ പ്രമാണിച്ച് ഇവിടെ വരികയാണ്. യമനി, ഒമാനി, മലേഷ്യ, ചൈന തുടങ്ങിയ വിവിധ കമ്പനികളുടെ തൊപ്പികളാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. 50 രൂപ മുതൽ 1500 രൂപ വരെയുള്ള തൊപ്പികൾ വിപണിയിലുണ്ട്. മുഹമ്മദ് അലി ജിന്ന തൊപ്പിയും സമദാനി തൊപ്പിയും തൊപ്പിക്കൂട്ടത്തിലുണ്ട്. വിലക്കുറവുള്ള ചൈന തൊപ്പികളോടൊപ്പം തുർക്കി, യമനി തൊപ്പികൾക്കും ആവശ്യക്കാർ ഏറെയാണ്. സാധാരണ കണ്ടുവരാറുള്ള കേരളത്തിന്റെ തൊപ്പിയും വിപണിയിലുണ്ട്. തൊപ്പിയിൽ പ്രായവ്യത്യാസങ്ങളില്ല. എല്ലാ വിശ്വാസികൾക്കും പ്രാർത്ഥനയിലും അല്ലാതെയും തൊപ്പികൾ അനിവാര്യമാണ്. കേരളത്തിന്റെ തൊപ്പിയേക്കാൾ വിദേശത്തു നിന്നും വരുന്ന തൊപ്പിക്കാണ് ആവശ്യക്കാർ കൂടുതൽ. മുടി മറയ്ക്കുക എന്ന സത്കർമ്മമാണ് തൊപ്പി ധരിക്കുന്നതിലൂടെ ഇസ്ലാം മത വിശ്വാസികൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളിൽ മനസ്സും ശരീരവും ലയിക്കുന്ന റമദാനിൽ തൊപ്പിക്കും നല്ല ഡിമാൻഡാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അൽസലാമ പ്രീ സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടെ സ്മാർട്ട് ക്ലാസ് റൂം സജ്ജമായി. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിയെയും വേദിയിൽ അനുമോദിച്ചു. പെരുവയൽ ദാറുസലാം മദ്രസയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽസലാമ പ്രീ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ നിർവഹിച്ചു. 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് ക്ലാസ് റൂം സജ്ജീകരിച്ചത്. ഇസ്ലാമിക സ്പെയിനാണ്. കാലൂരി തിഗ്ബ് എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥം അത് ഇസ്ലാമിക സ്പെയിൻ ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥമാണ് ഇന്നും വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി പലരും റഫറൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശാസ്ത്രീയ രംഗത്ത് വെറും അവിടുത്തെ കടൽ തീരങ്ങളിൽ കക്കവാരി എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ സംസാരിക്കണമെന്നും അറിയാത്ത പ്രാകൃതമായ യൂറോപ്പിലെ സമൂഹത്തെ അറബിന്റെ വിപ്ലവത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഇസ്ലാമിക് സ്പെയിൻ. അവിടെയാണ് ലോകത്തെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ ഒക്കെ തുടക്കം നടക്കുന്നത്. വിദ്യാഭ്യാസത്തിലെ ഇസ്ലാമിനെ സംബന്ധിച്ച് മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം എന്നുള്ള 2 തലമല്ല. അത് ഇടക്കാലത്ത് എങ്ങനെയോ വന്നു ചേർത്തിട്ടുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് എല്ലാം വിദ്യാഭ്യാസമാണ്. അവിടെ സയൻസ് പഠിക്കൽ മറ്റൊരു വിദ്യാഭ്യാസം, മതപരമായ കാര്യങ്ങൾ പഠിക്കൽ മറ്റൊരു വിദ്യാഭ്യാസം എന്നുള്ള തലം ഒരു കാലത്തും ഇസ്ലാമിന്റെ ആവിർഭാവകാലം മുതൽ ഉണ്ടായിട്ടില്ല. ലോക ചരിത്രം തന്നെ അറിയാം. കാരണം ഇസ്ലാമിക വിപ്ലവം, അതായത് വിദ്യാഭ്യാസപരമായ വിപ്ലവം നടന്ന നമുക്കറിയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ശരീഫിന്റെ അവതരണത്തോടു കൂടിയാണ്. പക്ഷെ അതിനുശേഷം ശാസ്ത്രീയ രംഗത്ത് ലോകത്ത് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ വികസനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്ലാമിക സ്പെയിനാണ്. സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ K ഫൈഹയെ ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു. ദാറുസലാം മദ്രസ പ്രസിഡന്റ് KK മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി K അബ്ദുറഹിമാൻ, കോഡൂർ മുഹമ്മദ് മുസ്ലിയാർ, PK മൊയ്തീൻ കോയ ഹാജി തുടങ്ങിയവരും സംസാരിച്ചു.
മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്ന സ്ഥാപനമാണ് അൽസലാമ പ്രീ സ്കൂൾ. ന്യൂസ് ബ്യൂറോ, മാവൂർ. സിറ്റി ഓഫ് ഹാപ്പിനെസ് കാലിക്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടിസം ഡേ ആഘോഷിക്കുന്നു. ഏപ്രിൽ 2-ന് ഹൈലൈറ്റ് മാളിലാണ് രാവിലെ 10:30 മുതൽ വൈകിട്ട് വരെ വിവിധ പരിപാടികൾ നടക്കുക. അസിസ്റ്റന്റ് കളക്ടർ പ്രദീക് ജെയിൻ IAS ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെ നമുക്ക് അറൗണ്ട് ഒരു 500-ലധികം കുട്ടികൾ പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി തലം വരെ ഉള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ട് എന്നുള്ളത്. ലോക ഓട്ടിസം ദിനത്തോടനുബന്ധിച്ച് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രവും അതേപോലെ തന്നെ സിറ്റി ഓഫ് ഹാപ്പിനെസ് കാലിക്കറ്റ് നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രോഗ്രാം ആണ് നാളെ ഹൈലൈറ്റ് മാളിൽ വെച്ച് നടക്കുന്നത്. സിറ്റി ഓഫ് ഹാപ്പിനെസ് കാലിക്കറ്റ് ഓട്ടിസം ഡേ സെലിബ്രേഷൻ എന്ന പേരിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് പറയുന്നത്. വേൾഡ് ഹാപ്പിനെസ് ക്ലബ്ബ്, ബി പോസിറ്റീവ് എന്റർടൈൻമെന്റ്സ്, ഡയറ്റ് കോഴിക്കോട്, ലയൺസ് ക്ലബ്ബ് എന്നിവർ ചേർന്നാണ് ഓട്ടിസം ഡേ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓട്ടിസം കുട്ടികൾക്കായി ഡ്രോയിങ്, കളറിംഗ്, ഓട്ടിസം കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനം എന്നീ വിവിധ പരിപാടികളാണ് നടത്തുന്നത്. അസിസ്റ്റന്റ് കളക്ടർ പ്രദീക് ജെയിൻ IAS ഉദ്ഘാടനം നിർവഹിക്കും. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ്, DD മനോജ് കുമാർ, SSI കോർഡിനേറ്റർ VT ഷീബ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അധ്യാപകരെയും അവരുടെ മെന്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെയും ഒക്കെ തന്നെ സഹായിക്കാനും ഉള്ള ഒരു ബാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മേഖലയും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അതെ, കല്യാൺ സിൽക്സ് കൊല്ലത്തൊരു ബഡാ ഷോറൂമും കോഴിക്കോട് ഒരു ബഹുത്ത് ബഡാ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടാ? അത് പറയേണ്ടവര് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടാ. കോഴിക്കോടുകാർക്ക് എന്താ വലിയ ഷോറൂം പറ്റില്ലേ? വലുതൊരെണ്ണം വരട്ടെന്നേ. കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലുതൊരെണ്ണം വരട്ടെന്നേ. നമ്മൾ ഈ വെഡിങ് പർച്ചേസിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു 10-200 വെഡിങ് പാർട്ടീസിന് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം. വലുതൊരെണ്ണം വരട്ടെന്നേ. ഫ്രഷ് ഐഡിയാസ് വന്നാലേ ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടെന്നേ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെന്നേ. ഒന്നല്ല, രണ്ടെണ്ണം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നന്മയുടെയും സൗഹൃദത്തിന്റെയും സന്ദേശം പകർന്ന് മടവൂർ കൊട്ടക്കാവയൽ ഇഫ്താർ സംഗമം. വർഷങ്ങളായി നടത്തിവരുന്ന ഇഫ്താർ വിരുന്നിൽ ഇത്തവണയും ജാതിമത ഭേദമില്ലാതെ നാട്ടുകാർ സ്നേഹം പങ്കിട്ടു. മടവൂർ പഞ്ചായത്തിലെ കൊട്ടക്കാവയൽ ഇഫ്താർ സംഗമം റംസാൻ സ്നേഹ സന്ദേശം നൽകി മുഹമ്മദ് മുബാറക് ഫൈസി ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷദായകമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. 300-ൽ പരം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വർഷങ്ങളോളമായി നന്മയുടെ സന്ദേശം പകർന്നാണ് ഇഫ്താർ സംഗമം നടത്തിവരുന്നത്. KMCC പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് പരിപാടി. ഇഫ്താർ വിരുന്നിൽ ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്തു. അടുത്ത വർഷവും ഇതുപോലെ തന്നെ വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള എല്ലാവിധ പിന്തുണയും ജനങ്ങളിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. മതസൗഹാർദ്ദം നിറഞ്ഞ് കരുവശ്ശേരിയിൽ ഇഫ്താർ സംഗമം. സംഗമം റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങൾ നോമ്പ് തുറയിലൂടെ സ്നേഹവും സന്തോഷവും പങ്കുവച്ചു. കരുവശ്ശേരി സംഗമം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഇഫ്താർ മീറ്റിൽ 400ഓളം പേർ പങ്കെടുത്തു. പരിപാടിക്ക് സംഗമം അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു P, സെക്രട്ടറി ബാബു NP, ട്രഷറർ ധനീഷ് KP, ഇഫ്താർ മീറ്റ് കൺവീനർ ഷമീർ, ജോയിന്റ് കൺവീനർമാരായ ആമിന ജലീൽ, ജൂസി ശ്യാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മെമ്പർ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസ് MRCS പരീക്ഷാ കേന്ദ്രമായി കോഴിക്കോടും. ഇന്ത്യയിലെ 4 കേന്ദ്രങ്ങളിലൊന്നാണ് കോഴിക്കോടെന്നും ഏപ്രിൽ 4 മുതൽ 6 വരെയാണ് പരീക്ഷകൾ നടക്കുകയെന്നും BMH അധികൃതർ അറിയിച്ചു.
ഇന്റർനാഷണലി ഉള്ള കുട്ടികള് ഈ പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. 135 പേര് ഈ പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. UK നിന്ന് ഉള്ള 19 ഫാക്കൽറ്റി, ബാക്കി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ഫാക്കൽറ്റി, അങ്ങനെ 35 ഫാക്കൽറ്റിയും ഈ പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഞങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ ഏതൊക്കെ കുട്ടികളാണ് വരുന്നത് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. എവിടുന്നാ വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അവരെ എവിടെ താമസിപ്പിച്ചിരിക്കുന്നത് അതും നമുക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് 135 പേര് വരുന്നുണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം അത്രയ്ക്ക് കോൺഫിഡൻഷ്യാലിറ്റി അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ബേബിയിലെ ഒരാഴ്ചത്തേക്ക് ഇവരുടെ പരീക്ഷയും അതിനോട് ചേർന്നുള്ള ഏപ്രിൽ 4 മുതൽ 6 വരെ KPM ട്രിപ്പൻഡ ഹോട്ടലിലാണ് പരീക്ഷ നടക്കുകയെന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ അറിയിച്ചു. 34ഓളം എക്സാമിനർമാരും 130ഓളം സർജൻമാരും വിവിധ രാജ്യങ്ങളിൽ നിന്നായി പങ്കെടുക്കും. ഈ പരീക്ഷ വഴി UK-യിൽ രജിസ്ട്രേഷനും ജോലി ചെയ്യാനുമുള്ള യോഗ്യതയും നേടാം. ഏപ്രിൽ 7-ന് തുടർ പഠനം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നടക്കുമെന്നും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ വിനീത് എബ്രഹാം, CEO ഡോക്ടർ ഗ്രേസി മത്തായി, ചീഫ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ KS കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾ ബേബിയും റോയൽ കോളേജ് ഓഫ് സയൻസ് ഓഫ് എഡിൻബറയുമായിട്ട് കമ്പൈൻ UK-യിലെ കോളേജാണ്. ലോകത്തിലെ ഓൾഡസ്റ്റ് സർജൻസ് കോളേജാണ് റോയൽ കോളേജ് സയൻസ് ഓഫ് എഡിൻബറ. 15 സംതിങ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 400 കൊല്ലത്തെ മുകളിലുള്ള പാരമ്പര്യമുള്ള കോളേജാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചേർന്ന സർജിക്കൽ കോളേജാണ് റോയൽ കോളേജ് ഓഫ് സയൻസ് ഓഫ് എഡിൻബറ. അതും ബേബി മെമ്മോറിയലായിട്ട് പാർട്ണർഷിപ്പിലാണ് ഈ ഒരു പ്രോഗ്രാം മുഴുവൻ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ തുടക്കം മുതലേ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് K. സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായി ബേപ്പൂർ മണ്ഡലം. LDF നേതൃത്വത്തിൽ കുടുംബ സദസ്സുകൾ. ഈസ്റ്റർ ദിനത്തിൽ ആശംസകളുമായി സ്ഥാനാർത്ഥി MK രാഘവൻ ദേവാലയങ്ങളിൽ. പൊരിവേലിൽ വലഞ്ഞു വരുന്ന യാത്രക്കാർക്ക് ദാഹമകറ്റാൻ സംഭാരമൊരുക്കി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. ഹനുമാൻ സേനാ ഭാരതിന്റെ 10ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം കോഴിക്കോട്ട്. പരിശുദ്ധ റമദാനിൽ ആകർഷകമായ നിസ്കാര തൊപ്പികളുമായി വിപണി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.